നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടികളിലെ വൃഷണ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും സർജറി രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ എൽ ടിങ്കിയാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ കുഞ്ഞുങ്ങളിൽ പൊതുവെ കാണുന്ന വൃഷണ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളില് വൃഷണ സംബന്ധമായി പല അസുഖങ്ങളുണ്ട്. അതില് സാധാരണ നമ്മൾ മെയിൻ ആയിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ വൃഷണം താഴെ ഇറങ്ങാത്ത ഒരു അസുഖമുണ്ട്. അതായത് വൃഷണസഞ്ചി വരെ വരേണ്ടതാണ്. അപ്പം അത് വൃഷണസഞ്ചി വരെ വരാതെ പാതി വഴി നിൽക്കുന്ന ഒരു അസുഖമുണ്ട്. അതല്ലാതെ വൃഷണം തന്നെ ട്വിസ്റ്റ് ആവുന്ന, അതായത് നമ്മൾ ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയും, അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. ഇതല്ലാതെ വൃഷണത്തിന് ഇൻഫെക്ഷൻ വരും. അപ്പൊ അതിനെ നമ്മൾ ഓർക്കൈറ്റിസ് എന്ന് വിളിക്കും. അപ്പം അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അപ്പം ഇത് പല അസുഖങ്ങളാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിൽ വൃഷണങ്ങൾ ഇറങ്ങി വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ചികിത്സയൊക്കെ എന്തൊക്കെയാണ്? ഈ വൃഷണം എന്ന് പറയുന്നത് സാധാരണ ഒരു ശിശുവാവസ്ഥയിൽ നോക്കുമ്പോൾ കുട്ടിയുടെ വയറ്റിനകത്ത് ഉള്ള ഒരു സാധനമാണ്. ഇത് സാധാരണ വയറ്റത്തുനിന്ന് ഇറങ്ങി നമ്മുടെ വൃഷണസഞ്ചി വരെ എത്തുന്ന ഒരു ഇതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസെന്റ്, അതായത് ഈ ഇറങ്ങി വരുന്ന ഇത് നടക്കാതിരിക്കുന്ന സ്ഥിതികളുണ്ട്. അപ്പം അത് കാരണമാണ് നമ്മള് ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയും. അപ്പം ഇത് കാരണം എന്ത് പ്രശ്നം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പം പാതി വഴി വരെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ സാധാരണ നമ്മുടെ വൃഷണ സഞ്ചിയുടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അത് വന്ന് നമ്മുടെ വയറ്റിന്റെ ടെമ്പറേച്ചറിനെക്കാട്ടിലും വൃഷണസഞ്ചിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കുറവാണ്. അപ്പം സ്പെർമറ്റോജെനിസിസ് നടക്കാൻ വേണ്ടി ഈ വൃഷണം വന്ന് കറക്റ്റ് പൊസിഷനിൽ ഇല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസ് നടക്കത്തില്ല. അപ്പം വലുതായി വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതല്ലാതെ വേറെ ഈ പാതി വഴിയിൽ വന്ന് നിൽക്കുന്ന വൃഷണം കാരണം ടോർഷൻ ടെസ്റ്റിസ് എന്ന ഒരു അസുഖമുണ്ട്. അതായത് വൃഷണം ട്വിസ്റ്റ് ആകും. അപ്പൊ എന്ന് വെച്ചാൽ അത് കറക്റ്റ് പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ അത് ഒരു സേഫ്റ്റി എൻവിറോൺമെന്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എവിടെ ഇരുന്നാലും അത് ടോർഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും അല്ലാതെ വേറെ ഈ ചില കുട്ടികൾ അത് ശ്രദ്ധിക്കാതെ വലുതായി കഴിയുമ്പോഴത്തേക്ക് ആ വൃഷണം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. അപ്പം അത് വന്ന് ലേറ്റർ പിന്നെ വന്ന് ക്യാൻസർ ആവാൻ വരെ ചാൻസ് ഉണ്ട്. അതായത് സെമിനോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ ആണ്, അത് കാണപ്പെടുന്നതാണ്. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്താണ്? ഇപ്പം ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതല്ലെങ്കിൽ ഈ വൃഷണം ഇറങ്ങി വരാത്ത അസുഖം എന്ന് പറയുമ്പം നമ്മള് 2 ടൈപ്പാണ്. ഒന്ന് വന്ന് പാൽപ്പബിൾ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ പാൽപ്പബിൾ എന്ന് പറയും. അപ്പം പാൽപ്പബിൾ UDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കലായിട്ട് തന്നെ ഈ കുട്ടിയുടെ വൃഷണം തൊട്ടറിയാൻ പറ്റും. അങ്ങനത്തെ ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് സിംഗിൾ സ്റ്റേജ് ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് ചില കുട്ടികൾക്ക് വൃഷണം പാൽപ്പബിൾ അല്ല, അതായത് നോൺ പാൽപ്പബിൾ UDT അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി, അതായത് ലാപ്രോസ്കോപ്പ് ഇട്ട് വയറ്റിനകത്ത് നോക്കും വൃഷണം ഏത് സ്ഥലത്തായിരിക്കുന്നതെന്ന്. വയറ്റിന്റെ അതായത് നമ്മുടെ വയറിന്റെയും തുടയുടെയും നടുവിലായിട്ടുള്ളതാണോ അതോ വയറ്റിനകത്ത് ഡീപ്പാണോ എന്ന് നോക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റേജ്ഡ് പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. അതായത് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ട് ഒരു 6 months ലേറ്റർ അടുത്ത സർജറി ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള കുട്ടികളിലെ സർജറി രീതി എങ്ങനെയാണ്? ഇപ്പം രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതായത് വൃഷണം ഇറങ്ങി വരാത്ത കണ്ടീഷനില് കുട്ടികൾക്ക് സർജറി നമ്മൾ ഉടനെ അഡ്വക്കേറ്റ് ചെയ്യത്തില്ല. അതായത് ഉടനെ ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. കാരണം ഇത് വന്ന് ഇറങ്ങി വരാൻ ചാൻസസ് ഉണ്ട്. അത് കാരണം നമ്മളൊരു കുട്ടി 3 തൊട്ട് 6 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഈ UDT താഴെ ഇറങ്ങി വരുന്നോ ഇല്ലയോ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടേ നമ്മൾ സർജറി സാധാരണ അഡ്വക്കേറ്റ് ചെയ്യത്തുള്ളൂ, അതായത് ചെയ്യാമെന്ന് പറയത്തുള്ളൂ.
അപ്പം പറഞ്ഞ പോലെ പാൽപ്പബിൾ ആയിട്ടുള്ള UDT ആണെങ്കിൽ നമ്മൾ സിംഗിൾ സ്റ്റേജ് ആയിട്ട് തന്നെ ചെയ്യും. നോൺ പാൽപ്പബിൾ ആണെങ്കിൽ ഇത് വന്ന് 2 സ്റ്റേജ് ആയിട്ട് ചെയ്യും. ഈ ഈ പ്രശ്നം സാധാരണ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന, അതായത് പ്രീ മെച്ചോർ കുട്ടികളിലാണ്. അപ്പൊ അവരുടെ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിസ് നമ്മുടെ വയറ്റിനകത്തുള്ളതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇറങ്ങി നമ്മുടെ വൃഷണസഞ്ചി വരെ എത്താൻ ഒരു 9 മാസം തികയണം. അപ്പം അങ്ങനെ തികയാതിരിക്കുന്നതുകൊണ്ട് ആ ഡിസെന്റ്, അതായത് 5 മാസം ആവുമ്പോൾ ഒരു സ്ഥലത്തായിരിക്കും, 6 മാസം ഒരു സ്ഥലത്തായിരിക്കും കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ, 7 മാസം ആവുമ്പോൾ ഒരു സ്ഥലത്ത് അങ്ങനെ ആയിരിക്കും. അപ്പം അതാതാ പ്രായത്തിൽ ഇപ്പം മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ആ ഇറങ്ങി വരാനുള്ള സമയമില്ല. അപ്പൊ അത് കാരണം അത് വയറ്റിനകത്തായിരിക്കാം, അല്ലെങ്കിൽ വയറിന്റെയും തൊടയുടെയും നടുവിലത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഉള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഒരു 3 to 6 months വെയിറ്റിംഗ് പീരിയഡ് സാധാരണ പറയും. അപ്പം ആ സമയത്തിനുള്ളിൽ അത് ഇറങ്ങി വരും. വരാത്ത കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സർജറി പറയുന്നത്. ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു 2 തരം പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ 2 തരം പ്രശ്നങ്ങൾക്കുള്ള സർജറി രീതികൾ എങ്ങനെയൊക്കെയാണ്? ഈ ഇപ്പം പാൽപ്പബിൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് തൊട്ട് നോക്കുമ്പം അറിയാൻ പറ്റും. അതായത് നല്ല വോള്യൂം ഉള്ള ഒരു ടെസ്റ്റിസ് ആണെങ്കിൽ സിംഗിൾ സ്റ്റേജിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അതിന് ലാപ്രോസ്കോപ്പി ഒന്നുമില്ല, അത് സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ ഇൻസിഷനേ ഉള്ളൂ, അതിൽ തന്നെ അത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഈ കുട്ടിയുടെ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണം എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ചില കുട്ടികൾക്ക് 6 മാസത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിസിന് പല സെൽസ് ഉണ്ട്. അതായത് സെർട്ടോളി സെൽസ്, ലേഡിക് സെൽസ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പം ഈ സെൽസ് ഒക്കെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ പ്രവർത്തനം കുറയും. അപ്പൊ അങ്ങനെ ചില കുട്ടികൾ അത് മിസ്സായപ്പോ ചിലപ്പോൾ 1 വയസ്സാവുമ്പോഴായിരിക്കും വരുന്നത്, ചിലപ്പോൾ 2 വയസ്സാവുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ അപ്പോഴത്തേക്ക് അതിന്റെ ആ പ്രവർത്തനം കുറഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ടെസ്റ്റിസ് വന്നങ്ങ് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും, അതായത് ഇതിന്റെ വോളിയം അഡിക്വേറ്റ് ആണോ, വോളിയം അഡിക്വേറ്റ് അല്ലയോ, ഇത് വെച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ എന്ന് നോക്കും. അപ്പം വോളിയം നല്ല അഡിക്വേറ്റ് ആണ്, ടെസ്റ്റിസ് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അതെടുത്ത് വൃഷണസഞ്ചിയിൽ തന്നെ വെക്കും. അല്ല അത് വൃഷണം ചുരുങ്ങിയിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനം അത്ര പോരാ എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതിനെ നമ്മൾ നബിൻ ടെസ്റ്റിസ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ടെസ്റ്റിസ് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു ടെസ്റ്റിസ് എങ്കിലും കുട്ടിക്ക് വേണമല്ലോ, അതായത് ലേറ്റർ ഇൻ ലൈഫ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടി. അപ്പം അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് ഉള്ളതിനെ നമ്മൾ സൂക്ഷിക്കാനുള്ള ആയിരിക്കും അടുത്ത നമ്മുടെ ഇത്. പിന്നെ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ 6 months ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 months ടൈം പീരീഡ് കൊടുത്തു കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് ചെയ്യും. അങ്ങനെയാണ് വയറ്റിനകത്തുള്ളത്. അതാണ് നോൺ പാൽപ്പബിൾ UDT. ഡോക്ടർ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ഈ സർജറിയെ കുറിച്ച്. അപ്പോൾ ഈ സർജറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരുന്നത് എപ്പോഴായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞ പോലെ 3 തൊട്ട് 6 മാസമാണ് ആ ടൈം പീരിയഡ് സർജറി ചെയ്യാനുള്ളത്, പാൽപ്പബിൾ UDT ആണെങ്കിൽ. നോൺ പാൽപ്പബിൾ ആണെങ്കിൽ നമ്മൾ 6 months ആണ് പറയുക. 6 monthsനകത്ത് നമ്മൾ ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി, അതായത് ലാപ്രോസ്കോപ്പി ഇട്ട് എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത സർജറി. അതായത് ഇപ്പം ഇൻട്രാ അബ്ഡോമിനൽ ടെസ്റ്റിസ് ആണെങ്കിൽ, അതായത് നോൺ പാൽപ്പബിൾ ആണെങ്കിൽ ഒരു 1 year ആവും സർജറി എല്ലാം കഴിയുമ്പോഴത്തേക്ക്. അതേസമയത്ത് പാൽപ്പബിൾ UDT ആണെങ്കിൽ ഒരു 3 to 6 months തൊട്ട് തന്നെ പ്രൊസീജിയർ എല്ലാം കഴിയും. പിന്നെ വലിയ രീതിയിലൊന്നുമില്ല. സർജറിയിലൂടെ അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ? എന്താണ്, കേട്ടില്ല. ഈ സർജറിയിലേക്ക് എത്തേണ്ട സാഹചര്യം ഇല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമോ? ഇതാണ് ഞാൻ ഈ സർജറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 to 6 months കൊടുക്കുന്നത് തന്നെ ഒരു വെയിറ്റിംഗ് പീരിയഡ് ആണ്. ഈ വൃഷണം ഇറങ്ങി വരാനുള്ള ഒരു സമയം കൊടുക്കുകയാണ് നമ്മള്. അത് കഴിഞ്ഞും വൃഷണം ഇറങ്ങി വരുന്നില്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ആ വൃഷണ പിന്നെ അതിന്റെ പൊസിഷനിലല്ലാതെ വേറെ ഏതെങ്കിലും പൊസിഷനിലുണ്ടെങ്കിൽ അതിന്റെ ആ കഴിവ് നഷ്ടപ്പെടും. അതായത് അതിന്റെ ആ സ്പെർമറ്റോജെനിസിസോ അങ്ങനത്തെയൊക്കെ കഴിവുകൾ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട ഒരു വൃഷണം എവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള്
ഇതാണ് 6 months ആണ് നമ്മൾ 3 to 6 months ആണ് സാധാരണ പറയുക. അതുവരെ നമ്മൾ ഏത് കുട്ടിയായാലും നമ്മൾ പറയും നമുക്ക് നോക്കാം, ഇറങ്ങുന്നോ നോക്കാം എന്നേ നമ്മൾ സാധാരണ പറയാറുള്ളൂ. പൊതുവെ എല്ലാ അമ്മമാർക്കുമുള്ള ഒരു പേടിയാണ്, കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ സർജറിയെ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. സാധാരണ ഏത് സർജറി ആയാലും അതിന്റെ റിസ്കുകൾ എന്തായാലും ഉണ്ട്. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ, ഒരു നല്ലൊരു OT സെറ്റപ്പ്, നല്ല ഒരു അനസ്തറ്റിസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ പേടിക്കേണ്ട രീതിയിലുള്ള, കാരണം ഇതുപോലെ തന്നെയാണല്ലോ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം അതുപോലെ ഉള്ള റിസ്കുകളൊന്നും അങ്ങനൊന്നും വലുതായിട്ടൊന്നുമില്ല കുട്ടികൾക്ക്. ഡോക്ടർ, അതുപോലെ തന്നെ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി എത്ര നാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരും? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് പാൽപ്പബിൾ UDT ആണെങ്കിൽ രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് അന്ന് സർജറി ചെയ്തിട്ട് അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ പോവാം. ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതേസമയത്ത് നോൺ പാൽപ്പബിൾ ആണെങ്കിൽ ലാപ്രോസ്കോപ്പ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം കൂടിപ്പോയാൽ ഒരു 1 day അഡ്മിഷൻ അത്രയേ ഉള്ളൂ. അത് അല്ലാതെ അതിന് കൂടി അഡ്മിഷന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ക്ലീൻ സർജറി ആണ്, അതിന് വലിയ അഡ്മിഷന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ, ഈ സർജറിയുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഈ ടെസ്റ്റിസ് ഇറങ്ങി വന്ന് ആ നോർമൽ പൊസിഷനിലല്ലാതെ വേറെ ഏത് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും ആ ടെസ്റ്റിസിന്റെ എബിലിറ്റി ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനില് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ടെസ്റ്റിസ് വന്ന് സ്പെർമറ്റോജെനിസിസ് നടക്കത്തില്ല, കാരണം അതിന്റെ ടെമ്പറേച്ചർ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗീതയാണ്. ശ്രീമതി ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. 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 പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മോളെ കൊച്ചിന് ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഒരു വൃഷ്ണം താഴെ ഇറങ്ങാതെ, പ്രസവിച്ച് താഴെ ഇറങ്ങാതെ ഇരുന്നു. അത് 6 മാസമായി മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചാൽ പറഞ്ഞു. 4 മാസമായി കൊണ്ട് കാണിച്ചപ്പോൾ 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരു 8 മാസമായപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തി. കീഹോൾ വഴി ഒരു ഓപ്പറേഷൻ. രണ്ടാമത് ഒരു ഓപ്പറേഷൻ, അങ്ങനെ 1.25 വയസ്സ് വരെ കാര്യം തോന്നുന്നു. രണ്ടാമത് ഓപ്പറേഷൻ ചെയ്ത് താഴെ ഇറക്കി വച്ചിട്ട് അത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ കാണാനില്ല. ഹലോ. ഹലോ. പിന്നെ അതിനെ കാണാൻ ഡോക്ടർ പറഞ്ഞത് കേട്ടാ? അതായത് 2 സ്റ്റേജ് ഓപ്പറേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ടെസ്റ്റിസ് കാണാനില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? 2 ഓപ്പറേഷൻ കഴിഞ്ഞ് താഴെ ഇറക്കി വച്ചു. ഇറക്കി വച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇത് ചെറുതാണ്, ഒരു ആൺകൊച്ചായതുകൊണ്ട് നമ്മൾ അത് വയ്ക്കിനെന്ന് പറഞ്ഞു. എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പം പിന്നെ അതിനെ കാണാനില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചുരുങ്ങി ഇല്ലാതായി പോയിട്ടുണ്ട്. പിന്നെ 5-6 ദിവസം കഴിഞ്ഞ് അപ്പോൾ കോവിഡ് സമയമായിരുന്നു. 3 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പിന്നെ അന്ന് കോവിഡൊക്കെ ആയതുകൊണ്ട് പോയില്ല. ഇന്ന് പയ്യൻ 6 വയസ്സായി. ഓക്കെ. അതായത് ഇപ്പം ഒരു സൈഡിലത്തെ ടെസ്റ്റിസ് വന്ന് ഇറക്കി വെച്ചത് അത് ചുരുങ്ങിപ്പോയി കാണും. കാരണം ഓൾറെഡി അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് വലിയ ഇതില്ല, എന്നാലും നമ്മളത് ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഇറക്കി വെക്കുകയാണ്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. കാരണം കുട്ടി വലുതാവുമ്പോഴത്തേക്ക് നോക്കുമ്പം ഒരു സൈഡ് മാത്രം ഉണ്ട്, ഇനി ഒരു സൈഡ് കാണുന്നില്ല, അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുവിധം ചെറിയ സൈസ് ആണെങ്കിൽ നമ്മൾ അതും കൊണ്ടുവന്ന് അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കുട്ടികളിൽ ഇല്ലാതിരിക്കും. പിന്നെ ഇതെല്ലാം പിന്നെ ദൈവത്തിന്റെ കയ്യിലാണല്ലോ. അഥവാ നമ്മളിത് വെക്കുമ്പോൾ ചില സമയത്ത് ഇത് വന്ന് ഇമ്പ്രൂവ് ആയി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലുതായി വരാനും ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു സാധനം എടുക്കുന്നതിന് മുമ്പേ, അതായത് അത് വെക്കാതെ നമ്മൾ അതിനെ എടുത്ത് മാറ്റുന്നതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കും അറ്റ്ലീസ്റ്റ് അതൊന്നും ഒരു ട്രൈ കൊടുത്തു നോക്കാം. അതുകൊണ്ട് അവിടുത്തെ ഡോക്ടർ അങ്ങനെ എടുത്ത് വെച്ചതായിരിക്കും. അത് കഴിഞ്ഞ് പക്ഷെ നോക്കുമ്പോഴത്തേക്ക് അത് പിന്നെ നോക്കുമ്പോൾ അത് കാണാതായെന്ന് പറഞ്ഞപ്പോ അത് ഫുൾ നബീനായി പോയി, അതായത് ഫുൾ അത് അട്രോഫി ആയി പോയി. അപ്പൊ പിന്നെ അത് വെച്ചിട്ടും കാര്യമില്ല, അതായിരിക്കും.
ശരി, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നേരത്തെ നമ്മൾ സർജറിയുടെ സങ്കീർണതകളെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. അപ്പം വേറെ സർജിക്കൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഇപ്പം ഈ പറഞ്ഞ ആണ് ഒരു ഇത്. അതായത് ടെസ്റ്റിസ് നമ്മൾ അഡിക്വേറ്റ് വോളിയം അല്ല, അതായത് ടെസ്റ്റിസ് നല്ലതല്ലെങ്കിൽ തന്നെ ആയാലും ഒരുവിധം എന്തെങ്കിലും ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് എടുത്ത് വെക്കും. കാരണം അത് രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള രീതിയില്ല. കാരണം നമ്മൾ ഒരു ടെസ്റ്റിസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഫിക്സ് ചെയ്യണം. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി. അപ്പൊ അതൊരു ഇതാണ്. അതല്ലാതെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ മെയിൻ ആയിട്ട് ഇത് കഴിഞ്ഞ് വരുന്ന എല്ലാ പേരൻസിന്റെയും മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർജറിക്കലായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പിന്നെ ലേറ്റർ വന്ന് ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമോന്നാണ്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പം ബെറ്റർ നമ്മളത് ഏർലി സ്റ്റേജിൽ തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് അത് സർജിക്കലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അബ്ദുൽ സലാമാണ്. അബ്ദുൽ സലാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ഹലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ഹലോ. പറഞ്ഞോളൂ. ഹലോ. മാഡം, എന്റെ മോന് 4 വയസ്സ് കഴിഞ്ഞു. അപ്പോ ഇപ്പൊ അവന്റെ ഈ സർക്കംചേഞ്ച് കഴിഞ്ഞു, സുന്നത്ത് കല്യാണം. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ പെന്നീസിന്റെ അഗ്രഭാഗത്ത് ചെറിയൊരു വളവ് കാണുന്നത്. ആ വളവ് പിന്നെ മൂത്രമൊഴിക്കുമ്പോ ആ വലതുവശത്തേക്ക് മൂത്രം കുറേശ്ശെ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത് ആരും ഇതുവരെ ഡോക്ടറിന് കാണിച്ചിട്ടില്ല. അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇതുപോലെ സർജറി വേണ്ടി വരുമോ? ഇപ്പം ഈ യൂറിൻ പോകുന്നത് സുന്നത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് വളഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിന് മുമ്പേ അത് വളഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധയിൽപ്പെട്ടത് യൂറിൻ പാസ് ആദ്യം തന്നെ കുറേശ്ശെ ചെരിവുണ്ട് എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നമ്മളത്ര കാര്യമാക്കിയില്ല. സർക്കംചേഞ്ച് കഴിഞ്ഞപ്പോഴാണ് പെന്നീസിന്റെ വളവ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഇത് വന്ന് ചിലപ്പം നമ്മള് ഹൈപ്പോസ്പേഡിയാസ് എന്നും പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പം അതാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നേരിട്ട് കാണാതെ എനിക്കത് പറയാൻ പറ്റില്ല അത് എന്താണ് കണ്ടീഷൻ. അതായത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പം മൂത്രം ഒഴിക്കുന്നത് കുട്ടി വന്ന് അതിന്റെ പീനസിന്റെ ടിപ്പിന്നാണോ മൂത്രം പോകുന്നത് അതോ കുറച്ച് താഴേന്നാണോ? അതായത് ഇപ്പം പീനസ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞോളൂ. അപ്പൊ ടിപ്പിന്നാണോ പോകുന്നത് അതോ കുറച്ച്? മൂത്രത്തിന്റെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ സ്ട്രീമിങ് അതിന്റെ സ്പീഡിന് കുറവൊന്നുമില്ല. അവന് മോനൊരു പ്രശ്നമില്ല. അല്ല, ഞാൻ സ്ട്രീമിന്റെ കാര്യം അല്ല ചോദിച്ചത്. അതായത് സ്പീഡിൽ പോകുന്നുണ്ടോ അങ്ങനല്ല ഞാൻ ചോദിച്ചത്. അത് സാധാരണ ടിപ്പിന്ന് പോകാറുണ്ട്. അപ്പൊ ടിപ്പിന്നാണോ പോണേ അതോ ടിപ്പിന്റെ കുറച്ച് സൈഡിലോട്ടോ താഴോട്ടോ എങ്ങാനാണ് പോകുന്നത്? കാരണം ഡയറക്ഷൻ വേറെയാന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാണാതെ എനിക്കത് ഇപ്പം കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ അഥവാ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഹൈപ്പോസ്പേഡിയാസ് ആണെങ്കിൽ അത് സർജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഏതെങ്കിലും പീഡിയാട്രിഷ്യനെ കാണുന്നത് നല്ലതാവും അല്ലേ? നല്ലതായിരിക്കും. ഒരു പീഡിയാട്രിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവര് ഉറപ്പായിട്ടും അത് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് ഒരു പീഡിയാട്രിക് സർജന്റെ അടുക്ക വിടും. അത് സർജിക്കലായിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ അവർ ഉറപ്പായിട്ടും വിടും. ഡോക്ടർ, നേരത്തെ നമ്മൾ സർജറിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ സർജറിക്ക് ശേഷമുള്ള തുടർ ചികിത്സയും വിശ്രമവും എങ്ങനെയായിരിക്കും? ഈ പാൽപ്പബിൾ യൂഡിറ്റി എന്നുള്ള കണ്ടീഷന് വന്ന് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലാണ്. അപ്പൊ അതിന് വന്ന് വലിയ രീതിയിൽ നമ്മള് റെസ്റ്റ് ഒന്നും ആവശ്യമില്ല. എന്നാലും പക്ഷെ ഒരു പോസ്റ്റ് സർജിക്കൽ ആയ കണ്ടീഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരു 1 വീക്ക് റെസ്റ്റ് അത്രയേ ഉള്ളൂ. കാരണം ആ തയ്യല് സാധാരണ നമ്മൾ തയ്യൽ എടുക്കുന്ന പോലെ തയ്യലല്ല, അതായത് അത് അബ്സോർബിൾ ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു 1 വീക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്ന് ജസ്റ്റ് 1 ഡേ അത്രയേ ഉള്ളൂ. ഏത് കണ്ടീഷൻ ആയാലും, പാൽപ്പബിൾ ആയാലും നോൺ പാൽപ്പബിൾ ആയാലും വലിയ ഇതിന്റെ ആവശ്യമില്ല. പൊതുവെ ഈ സർജറിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മറ്റേ ഒരു പേഷ്യന്റ് വിളിച്ച് ചോദിച്ചില്ലായിരുന്നു, അതായത് ഇപ്പം ഈ സർജറി കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റിസ് കാണാതായി അങ്ങനെ. അപ്പം ഇത് വന്ന് നമ്മളത് അന്നും പറഞ്ഞ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല, പക്ഷെ എന്നാലും അവിടുത്തെ ആ ഒരു ബൾജ് ഉണ്ടോ, അവിടെ ആ സ്ട്രക്ചർ എടുത്തു വെച്ചത് കാണാനുണ്ടോ എന്നൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോളോ അപ്പ് ഉള്ളത് നല്ലതാണ്. അതായത് അത് നമുക്ക് നോക്കാൻ വയ്യെങ്കിൽ ഒരു 1 ഇയർ വൺസ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് ഡോക്ടറിനെ ഒന്ന് പോയി കണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിപ്പോ അവര് ചിലയിടത്തൊക്കെ ആണെങ്കിൽ
ഒരു അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കും, വോളിയൂം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. പക്ഷെ ഇതൊന്നും അത്ര അഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലാതെ തന്നെ നമുക്ക് അറിയാമല്ലോ അത് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വലിയ ഫോളോ അപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ, ഈ ടെസ്റ്റിക്കൽ ക്യാൻസറിനുള്ള സാധ്യതകൾ എത്രത്തോളമായിരിക്കും? ക്യാൻസർ വന്ന് കുട്ടികൾ വലുതായി വന്നു കഴിയുമ്പോൾ ആണ് സെമിനോമ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വരുന്നത്. അത് വന്ന് ആക്ച്വലി സെമിനോമ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് കോമൺ ഒരു ടെസ്റ്റിക്കുലർ ക്യാൻസർ ആണ്. പക്ഷെ ഇത് വന്ന് ഈ കുട്ടികളിൽ കാണുമ്പം ഇത് ബിക്കോസ് ഓഫ് UDT എന്ന് പറയുമ്പോൾ അത് വെറും ലെസ് ആണ്, മേ ബി ഒരു 1 to 2% ചാൻസസേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് കാരണം സാധാരണ ഇങ്ങനെ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ഇറങ്ങി വരാത്ത കണ്ടീഷനിലൊക്കെ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യുമല്ലോ. ട്രീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ ഒന്നും അതുവരെ എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്തിയ കണ്ടീഷനിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര റയർ ആണ്. സാധാരണ 1 to 2% ഒക്കെ ഉള്ളൂ. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് നിമിഷയാണ്. നിമിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ. മോന്റെ മൂത്രമൊഴിക്കുന്ന അതിന്റെ തൊലി കുറച്ച് കൂടുതലാണ്, സ്കിന്ന് വന്നിട്ട് കൂടുതലാണ്. മൂത്രം ഒഴിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 4 വയസ്സായി. ഹലോ. 4 വയസ്സ്. ഹലോ, മോൻ എത്ര വയസ്സായി? 4 വയസ്സ്. ഡോക്ടർക്ക് കേൾക്കാമോ? ഹലോ. എനിക്ക് കേൾക്കാണ്ട്. 4 വയസ്സായി മോൻ. 4 വയസ്സായി. മോന്റെ സാധാരണ സ്കിൻ വന്ന് പുറകിലോട്ട് ഫുൾ റിട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് മൂത്രം ഒഴിക്കുന്ന അത് പുറകിലോട്ട് ആക്കുമ്പോഴത്തേക്ക് വരില്ലേ, അതുപോലെ വരുന്നുണ്ടോ? നമ്മളാക്കുമ്പോ അത് പിന്നെ ചെറിയ കുട്ടിയല്ലേ. എന്താണ്? നമ്മൾ കറക്റ്റ് ആയിട്ട് അത് കാണാൻ പറ്റും. ആ തൊലി നീങ്ങിപ്പോവും. എനിക്ക് കേൾക്കാൻ വയ്യ. ഹലോ. ഹലോ, കേൾക്കണില്ല? ഹലോ. ഓക്കെ, എന്തായാലും ഇതിന്റെ ആൻസർ ഞാൻ പറയാം. അതായത് ഇത് പുള്ളിക്കാരി ചോദിക്കുന്നത് പറഞ്ഞാൽ ഫൈമോസിസ് എന്നുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ്. അതായത് മൂത്രം ഒഴിക്കുന്ന ദ്വാരം എല്ലാം നോർമൽ ആണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടുത്തെ സ്കിൻ കുറച്ച് ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ സ്കിൻ വന്ന് നല്ല രീതിയിൽ റിട്രാക്റ്റബിൾ ആണ്, അതായത് പുറകിലോട്ട് വലിക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചെയ്യണ്ട, അതങ്ങനെ അങ്ങ് വിട്ടാൽ മതി. പക്ഷെ ചിലപ്പം അത് നല്ല രീതിയിൽ റിട്രാക്റ്റബിൾ അല്ലാതിരിക്കും, ചിലപ്പോൾ അത് നല്ല അഡ്ഹറന്റ് ആയിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 2 years ഓഫ് ഏജ് വരെ വെയിറ്റ് ചെയ്യും ശരിയാവുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ. ഇപ്പൊ 2 years കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മള് സർക്കംസിഷൻ പറയും, അതായത് സുന്നത്ത് എന്ന് പറയില്ലേ, അത് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിട്രാക്ട് ചെയ്ത് വരാനുള്ള ഒരു ഇതാണ്. അതായത് സ്കിന്നെ നമ്മൾ എടുക്കും. അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നമല്ല. സാധാരണ ഇതൊരു പ്രൊഫൈലാക്ടിക്കലിയും ഒരു നല്ല ഒരു ഇതാണ്, കാരണം അവിടെ സറൗണ്ടിങ്ങില് ഇൻഫെക്ഷൻ ഒന്നും ഇരിക്കത്തില്ല. സാധാരണ നമ്മൾ കിഡ്നിയിലൊക്കെ അസുഖമുള്ള കുട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലാഡർ പ്രോബ്ലംസോ ഏതെങ്കിലും അനാറ്റമിക്കലായിട്ട് പ്രശ്നമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഫൈലാക്ടിക് ആയിട്ട് തന്നെ, അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മളൊരു സർക്കംസിഷൻ അഡ്വൈസ് ചെയ്യും. അതായത് പിന്നുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. കാരണം ഇതിന് ചുറ്റും സ്കിൻ ഇരിക്കുന്ന കാരണം അവിടെയൊക്കെ അഴുക്കിരുന്ന് അതിൽ കൂടെ ഇൻഫെക്ഷൻ വന്ന് ബ്ലാഡറിനകത്തോട്ട് പോകാനും അതുപോലെ തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ട്വിസ്റ്റിനുണ്ടാകുന്ന പരിഹാരം, ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പൊ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ട്വിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതായത് ഇപ്പം അതിന് പറയുന്നതാണ് ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയും. അപ്പം ടോർഷൻ ടെസ്റ്റിസ് എന്നുള്ള കണ്ടീഷനിൽ നമ്മള് അതൊരു എമർജൻസി കണ്ടീഷൻ ആണ്. അതായത് കുട്ടി ഭയങ്കര അക്യൂട്ട് പെയിനിലായിരിക്കും വരുന്നത്, ഭയങ്കര വേദനയായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യുന്നത് തന്നെ, തൊടാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ടോർഷൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പാൽപേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ടോർഷൻ ആണോ അല്ലയോ എന്ന്. അത് കഴിയുമ്പോൾ നമ്മൾ എമർജൻസി സർജറിക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ടെസ്റ്റിസ് നല്ല കണ്ടീഷനിലാണോ അല്ലയോ, ഈ ടെസ്റ്റിസ് പ്രിവെന്റ് ചെയ്യാൻ, അതായത് ടെസ്റ്റിസിനെ തിരിച്ച് അതിന്റെ നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് വെക്കാൻ പറ്റുമോ ഇല്ലയോ. കാരണം ഇത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് അത് ഇങ്ങനെ കിടന്ന് ട്വിസ്റ്റ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിനോട്ടുള്ള രക്തഓട്ടം കുറയുകയാണ് ടെസ്റ്റിസിലേക്കുള്ള. അപ്പൊ അങ്ങനെ രക്തഓട്ടം കുറയുമ്പോൾ ആ ടെസ്റ്റിസ് വന്ന് അതിന്റെ രക്തോട്ടം പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം പോയി, അതായത് അത് കരുകി തുടങ്ങും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളത്
തുറന്നു നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ട്വിസ്റ്റ് നമ്മൾ ആദ്യമേ അൺട്വിസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് മനസ്സിലാവും ഇത് വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാസ്കുലാരിറ്റി, അതായത് രക്തോട്ടം തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിസിനെ എടുത്ത് വെക്കും. അല്ല പക്ഷെ ടെസ്റ്റിസിന്റെ വാസ്കുലാരിറ്റി ഇൻടാക്ട് അല്ല, അതായത് രക്തോട്ടം പോരാ, ടെസ്റ്റിസിന്റെ ആ പ്രവർത്തനം എല്ലാം പോയി തുടങ്ങുന്നു മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിസിനെ റിമൂവ് ആണ് ചെയ്യുക. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളിലെ വൃഷണ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും സർജറി രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ എൽ ടിങ്കിയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.